ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. CBDT ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ അജൽ സാറാണുള്ളത്. സോ സർ, വെൽക്കം ടു ദിസ് ഇൻ്റർവ്യൂ. താങ്ക് യു. സർ ഇപ്പം ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. സാറിൻ്റെ മോട്ടിവേഷൻ എന്താണ് ഇങ്ങനൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ചൂസ് ചെയ്യാനായിട്ട്? പിന്നെ പ്രത്യേകിച്ചല്ലായിരുന്നു, ഞാൻ ആക്ച്വലി എൻ്റെ ബിടെക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഒരു കോച്ചിങ് എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് വന്നതാണ്. യൂഷ്വലി എല്ലാവരും പോകുന്നത് ടെക് റിലേറ്റഡ് ഒരു ഫീൽഡിലോട്ടായിരുന്നു. സോ എനിക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സ് ആയിരുന്നു, ആക്ച്വലി കൺസേൺ ബാക്ക് പേപ്പേഴ്സ് ആയിരുന്നു. കുറച്ച് സപ്ലി കിടപ്പുള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിക്ക് SSC കോച്ചിങ്ങിന് പോയതാണ്. ബട്ട് ഇവഞ്ച്വലി അതെൻ്റെ കരിയർ തന്നെ ആയിട്ട് മാറുമായിരുന്നു. പിന്നീട് അത് ഒരു കുറച്ച് പ്രിപ്പറേഷൻ എടുത്തു, ബട്ട് ലേറ്റർ ഐ ക്രാക്ട് ഇറ്റ്. യെസ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന ഈ ഒരു ജോബ് റോളിൽ വരുന്നതിന് മുമ്പ് സാർ ഒരു ഫാക്കൽറ്റി ആയിരുന്നു അല്ലേ? അതെ. ആ ഒരു ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു സാറിൻ്റെ? ഒരു പിള്ളേരെ ടീച്ച് ചെയ്യുക, അതും സാർ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസിനെ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് ആക്ച്വലി ഇപ്പോഴും താല്പര്യമുള്ളൊരു ഫീൽഡാണ്, ഭയങ്കര താല്പര്യമുള്ളൊരു ഫീൽഡാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി ഞാനൊരു എക്സാം എഴുതി ഒന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഈ ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നത്. അപ്പോൾ ആക്ച്വലി സ്റ്റുഡൻസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആവണമെന്നില്ല. എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് അവർക്ക് ചിലപ്പോൾ ഇയേഴ്സ് ഓഫ് ഡിഗ്രി, അതായത് ആ സബ്ജക്റ്റിൽ അവർക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കും. ബട്ട് അതല്ലായിരിക്കും നമ്മളൊരു എക്സാമിനേഷന് ചെല്ലുമ്പോൾ ഒരു എക്സാമിനേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം, അവിടെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം, ഈ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് പറ്റണമെന്നില്ല. അപ്പം എനിക്ക് മനസ്സിലാക്കിയ ഒരു ബെനിഫിറ്റ് അതായിരുന്നു. അതായത് കുട്ടികൾ എക്സാം എഴുതി ക്രാക്ക് ചെയ്ത ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എങ്ങനെയായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, എന്തായിരിക്കും ഒരു മിനിമം കട്ട് ഓഫ്, അതിനെങ്ങനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം, ഈ കാര്യങ്ങളിൽ എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുട്ടികളെ. സാർ, പിന്നെ ഈ CGL എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. CGL എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും നല്ല പോസ്റ്റ് ഏതാണ്? ഇപ്പം ഒരുപാട് കുട്ടികൾ ആസ്പയർ ചെയ്യുന്ന പോസ്റ്റാണ് സാർ ഇപ്പോൾ ഇരിക്കുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ CBI, എക്സൈസ്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് അക്കൗണ്ട് ഓഫീസർ, നമ്മുടെ 2 ഗസറ്റഡ് പോസ്റ്റുകളാണ്. അപ്പം ഇതിൽ ബെസ്റ്റ് പോസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന പോസ്റ്റ് ഏതാണ്? സാർ ഒരു അവയർനെസ് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും ഈ പോസ്റ്റുകളെക്കുറിച്ചും ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും. ഏറ്റവും നല്ല പോസ്റ്റുകൾ ഏതാണെന്നുള്ളതിനെ കുറിച്ചും. ഇപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തുന്ന എക്സാമിനേഷൻ. അതിൽ എപ്പോഴും നമ്മൾ അട്രാക്റ്റ് ആവുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാക്സിമം വേക്കൻസി തരുന്ന പോസ്റ്റുകളാണ്. സോ ഇതിൽ വന്നിട്ട് ഇപ്പം ലെവൽ 7 പേ ലെവൽ 7 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ലെവൽ 8 ഉണ്ട്, ആക്ച്വലി AA എന്ന് പറയുന്ന പോസ്റ്റ് ലെവൽ 18 സ്റ്റാർട്ട് ചെയ്യും. ലെവൽ 8, ലെവൽ 7 ഉണ്ട്, ലെവൽ 6, 5, 4 വരയ്ക്കും നമ്മൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ യൂഷ്വലി ആക്ച്വലി നമുക്ക് ഇവഞ്ച്വലി വരുമ്പോഴത്തേന് നമ്മുടെ മാർക്ക് ബേസ്ഡ് ആയിരിക്കും. നമ്മുടെ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ ലെവൽ 8 ഓർ ലെവൽ 7. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലെവലിലേക്ക് ബെസ്റ്റ് ഒരു പോസ്റ്റ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പം പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം മെയിൻലി നോക്കുകയാണെങ്കിൽ CBDT ആൻഡ് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, അവരെ പ്ലസ് CBDT ഇൻകം ടാക്സ് ആയിരിക്കും മാക്സിമം വേക്കൻസീസ് കൊടുക്കുന്നത്. ബിക്കോസ് അവിടെ വന്നിട്ട് CBDTയിൽ തന്നെയാണെങ്കിൽ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും ലെവൽ 7 ഉണ്ട്, ലെവൽ 6 ഉണ്ട്, ലെവൽ 4 ഉണ്ട്. ഈ 3 കാറ്റഗറിയിലേക്കും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ മാക്സിമം ഐ തിങ്ക് ഒരു 50% വേക്കൻസീസ് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും കവർ ചെയ്യും. അതുകൊണ്ടാണ് മാക്സിമം ആസ്പിരൻസും എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ക്ലിയറിംഗ് ദ എക്സാം ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും പോകുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതൽ എപ്പോഴും പേ ലെവൽ 7 വരുന്ന സാർ ഈ പറഞ്ഞ പോസ്റ്റുകൾക്കായിരിക്കും. പേ ലെവൽ 7 എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, അത് ഓരോ ഇയർ ബേസ്ഡ് ആണ്. ചിലപ്പം ഞാൻ 2020 CGL ആണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഓൾമോസ്റ്റ് ഒരു 5,500 വേക്കൻസീസ് ആണ് വന്നത്. അതേ ഇത് വന്നിട്ട് 2022 CGL 37,000 വേക്കൻസീസ് ഡിക്ലെയർ ചെയ്തു. സോ അത്രയും ടൈംസ്, അതായത് 7 ടൈംസ് വേക്കൻസീസ്, അത് ഓരോ ഇയർ ബേസ്ഡ് ആണ് വരുന്നത്. ഈ ഇയർ ഇഫ് ഐ എം കറക്റ്റ് ഐ തിങ്ക് ഒരു 15,000 വേക്കൻസീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ തന്നെ 2 പോസ്റ്റ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൽ തന്നെ ഒത്തിരി വേക്കൻസീസ് ഡിക്ലെയർ ചെയ്തു. സോ ബേസിക്കലി എക്സാമിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് വേക്കൻസീസ് ആയിരിക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇഷ്ടം, അത് ഞാൻ ആക്ച്വലി സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കാണ് നമ്മുടെ ഇഷ്ടം. എനിക്കിപ്പോൾ ഒരു കട്ട് ഓഫിൽ നിന്ന് ഞാൻ നിയർ ടു ദ കട്ട് ഓഫ് ഒരു മാർക്കാണെന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു ലെവൽ 7 വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ പറ്റില്ല. സോ നമ്മുടെ കട്ട് ഓഫാണ് നമ്മൾ ഇവഞ്ച്വലി എവിടെ എത്തണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസും ഉണ്ട്, ലൈക്ക് ചിലപ്പോൾ ലെവൽ 4 കയറിയിട്ട് ഇൻസൈഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ച് ലെവൽ 7ലേക്ക് എത്തുന്ന കുട്ടികളും ഉണ്ട്.
സാർ ഇപ്പം ഇൻസൈഡ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അത് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ വഴിയാണോ അതോ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണോ? ഇല്ല, നമ്മൾ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് ഇൻസൈഡ് ദ ഡിപ്പാർട്ട്മെന്റ് എക്സാമിനേഷന് നമ്മൾ വെയിറ്റ് ചെയ്താൽ വി ആർ വേസ്റ്റിംഗ് ഇയേഴ്സ് എന്നേ ഞാൻ ആക്ച്വലി പറയുള്ളൂ. ഓക്കെ. ബിക്കോസ് നമ്മളൊരു ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മളൊരു ഇൻസ്പെക്ടറായി എത്താനായിട്ട് ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 15 ഇയേഴ്സ്. ഓക്കെ. സോ അതേ കുട്ടികൾ തന്നെ ഇഫ് ദേ ആർ പ്രിപ്പയറിംഗ് ഫോർ സി ജി എൽ, മേ ബി നെക്സ്റ്റ് സി ജി എൽ അവർക്ക് ഒരു ഇൻസ്പെക്ടറായിട്ട് അകത്ത് വരാനായിട്ട് പറ്റും. സോ നമ്മൾ സേവ് ചെയ്യുന്ന ഇയേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീണ്ടും വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ വിത്തിൻ 2-3 നിങ്ങളൊരു 5 അറ്റംപ്റ്റ്സ് ഇട്ടാൽ കൂടെ എപ്പോഴും പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിന് വെയിറ്റ് ചെയ്യാതെ നെക്സ്റ്റ് സി ജി എല്ലിൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. സർ പിന്നെ ഇപ്പം സി ജി എൽ ആണ് ഓൾമോസ്റ്റ് എല്ലാ ആസ്പിറൻസും എയിം ചെയ്തിരിക്കുന്നത്. സി ജി എൽ എക്സാമിനേഷൻ അല്ലാതെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ആസ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് എയിം ചെയ്യാൻ പറ്റിയ അതർ എക്സാംസ് ഏതൊക്കെയായിരിക്കും? അതർ എക്സാംസ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഓട്ടോണോമസ് ബോഡീസ് നടത്തുന്ന എക്സാംസ് ആണ് പിന്നീട് വരുന്നത്. ഇപ്പം ICMR, എയിംസ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അകത്തേക്ക് ഉള്ള വേക്കൻസീസ് ആണ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേക്കൻസീസ് തീരെ കുറവായിരിക്കും. നമുക്ക് വേക്കൻസീസ് എപ്പോഴും മാക്സിമം എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്ന ഒരു എക്സാം നമ്മുടെ ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് PSCയെക്കാളും കൂടുതൽ വേക്കൻസീസ് പെർ ഇയർ ഡിക്ലെയർ ചെയ്യുന്നത് SSC ആയിരിക്കും. സോ SSC നോക്കിക്കഴിഞ്ഞാൽ അതിൽ MTS തൊട്ട് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുക. MTS ഉണ്ട്, CHSL ഉണ്ട്, പിന്നെ CGL ഉണ്ട്. നമ്മൾ MTS ആയിട്ട് കയറിയപ്പോഴും ഇഫ് ഐ എം സെയിങ് ഇൻകം ടാക്സ് വെച്ച് നോക്കുവാണെങ്കിൽ MTS ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പോസ്റ്റ്. അവർക്ക് കയറി പഠിച്ച് നെക്സ്റ്റ് ഒരു ഇൻസ്പെക്ടർ ആവാൻ പറ്റിയ ടൈമും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും MTS എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേന് സാലറി വൈസ് കുറവായിരിക്കും. പക്ഷെ അവർ അതിനുള്ള പണിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സാലറി മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും, നമ്മുടെ തിരക്ക് കൂടും. MTS എന്ന് പറയുമ്പോഴത്തേന് പല കുട്ടികൾക്കും താല്പര്യം ഇല്ലാതിരിക്കും. ബട്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. നിങ്ങൾ അവിടെ വന്നിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യുക. യു വിൽ ഗെറ്റ് ഹയർ പോസ്റ്റ്. ലേറ്റർ CGയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് MTS എന്നൊക്കെ പറയുന്നത്. സോ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ വൺസ് നമ്മൾ അകത്ത് വന്നിട്ട് വി വിൽ ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. അതാണ് ആക്ച്വലി ഉള്ള ട്രൂത്ത്. സർ നമ്മുടെ ചാനൽസിലാണെങ്കിലും നമ്മൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ ജോബ് പ്രൊഫൈൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നല്ല ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോബ് റോളാണ്. ലൈക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് സാറിന് പേഴ്സണലി അത് പറയാനുള്ളത്? ഡിമാൻഡിങ് എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വേക്കൻസീസ് ഡിപ്പെൻഡാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇൻകം ടാക്സ് ഒരു 100 വേക്കൻസീസ് ഉണ്ട്. അതേസമയം GST ഇൻസ്പെക്ടർക്ക് ഒരു 1000 വേക്കൻസീസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ പോകുന്നത് GSTയിലേക്കായിരിക്കും. ഇൻകം ടാക്സിന് പൊതുവേ അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കട്ട് ഓഫ് കൂടും. ഇപ്പോൾ ടോപ്പ് ആൾക്കാർ ഇൻകം ടാക്സ് എടുക്കാനായിട്ട് ഒരു താല്പര്യം കാണിക്കുമ്പോൾ തന്നെ 100 വേക്കൻസി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് ഫില്ലാവും. അങ്ങനെയാണ് ആ താല്പര്യം കൂടുന്നത്. അപ്പോൾ ആക്ച്വലി ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഡിപ്പെൻസ്. എല്ലാ സെക്ഷനും പൊതുവായിട്ട് ഞാൻ പറയണം, എല്ലാ സെക്ഷൻ ഇൻ ദ സെൻസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വേർ യുവർ പോസ്റ്റ്. അതാണ് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ. നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. ഇൻകം ടാക്സ് എടുത്താൽ തന്നെ ഇപ്പോൾ അസസ്മെൻ്റ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, സെൻട്രൽ സർക്കിളുണ്ട്, പല പല വിങ്ങുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മുടെ ടൈം. ഓൾസോ നമ്മുടെ ഔട്ട്പുട്ടാണ് നമ്മുടെ ടൈം. നമുക്ക് കിട്ടിയ ജോബ് പെട്ടെന്ന് തീർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസ് അവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആക്ച്വലി അറിയാലോ 9:15 to 5:45 ആണ് നമ്മുടെ ടൈം. അപ്പം അതിലൊരിക്കലും ആൾക്കാർ പോവില്ല. വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെ പോകുന്നുള്ളൂ. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ വരുന്നത് 10 മണിക്കായിരിക്കും. 10 മണിക്ക് വന്നാൽ നമ്മൾ അതനുസരിച്ച് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടിരുന്ന് നമ്മുടെ ജോബ് തീർക്കുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇൻകം ടാക്സ്. നിങ്ങൾക്ക് വേറൊരു എക്സാമിനേഷൻ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ കുറച്ച് ടൈറ്റാണ്, ആ സമയത്തൊക്കെ നല്ലൊരു പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അത് സർ കേരളത്തിൽ പോസ്റ്റിംഗ് കിട്ടുമോ എന്നുള്ളത് ഒരു ആസ്പിറൻസിൻ്റെ ഇടയിലുള്ള ഒരു കൺസേൺ ആണ്. കേരളത്തിലെ പോസ്റ്റിങ്ങിനെ പറ്റി ഇൻകം ടാക്സ് പൊതുവേ വേക്കൻസീസ് തീരെ കുറവായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഓൾ ഇന്ത്യ വേക്കൻസീസ് നോക്കിയപ്പോൾ ഒരു 300-400 ആ റേഞ്ചേ വരത്തുള്ളൂ. അപ്പോൾ കേരളത്തിലെ വേക്കൻസീസ് ഞാൻ 2020 എഴുതുമ്പം 2 വേക്കൻസീസ് ആണുള്ളത്. അത് റിസർവ്ഡ് കാറ്റഗറിയിൽ 2 വേക്കൻസി മാത്രമേ ഉള്ളൂ. അതിന് നെക്സ്റ്റ് CGയിൽ വന്നപ്പോൾ 1 വേക്കൻസി ആയി. അതിന് ശേഷം അതൊരു 37 വേക്കൻസീസ് ആയി. അപ്പം ഞാൻ ചിലപ്പം എൻ്റെ CGയിൽ എഴുതാതെ ഒരു 2 CGയിലും കൂടെ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കേരളത്തിൽ ജോലി ചെയ്താൽ. സോ അത് അപ്പം നിങ്ങൾ ആക്ച്വലി ഞാൻ ഈ കേരളം എന്നുള്ള ഒരു സാധനം നിങ്ങൾ കൺസെപ്റ്റ് വിടുക എന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് നമ്മളിപ്പോൾ UPSC എഴുതുകയാണ്. UPSC എഴുതി നമ്മളൊരു IRS ആവുകയാണ്. എക്സാമ്പിൾ IRS എഴുതുകയാണെങ്കിൽ നമുക്കൊരിക്കലും എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ജോലി വേണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഓൾ ഇന്ത്യ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. സോ അത് ഒരു സ്ഥലത്തിനേക്കാളുപരി വേറെ ലൈക്ക് എവിടെ പോസ്റ്റ് ചെയ്താലും നമ്മുടെ ജോലി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ അങ്ങനെ ആവണം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സാറിൻ്റെ പ്രിലിംസിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു സാർ? ഇപ്പം ലൈക്ക് ഏറ്റവും കൂടുതൽ പേര് ഡിഫിക്കൽട്ടായിട്ട് പറയുന്ന സബ്ജക്റ്റ് മാത്സ്
അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. സാറിന് പൊതുവേ മാത്സ് ഈസി ആയിരുന്നു, അല്ലെങ്കിൽ സാറിൻ്റെതായിട്ടുള്ള മാത്സ് പഠിക്കാനുള്ള സ്ട്രാറ്റജി എന്തായിരുന്നു? അങ്ങനെ മാത്സ് പഠിക്കാനുള്ള സ്ട്രാറ്റജി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മോക്ക് എക്സാംസ് ആയിരിക്കും എപ്പോഴും. സെക്ഷണൽ മോക്സ് ആയിരുന്നു സാർ ചെയ്യുന്നത്? ഇല്ല, ഞാൻ ഫുൾ മോക്സ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 120 മോക്സ് ടയർ 1 വേണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബിഫോർ പ്രിലിംസ്. എൻ്റെ സമയത്തെ മെയിൻസിൻ്റെ ഇതെന്ന് പാറ്റേൺ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ആയിരുന്നു. സോ 2 hour മാത്സ് എക്സാം ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷിന് വെറും 2 മോക്ക് എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ടൈമല്ല നമ്മുടെ എക്സാമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മുടെ നോളജാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാത്സിലെ സംബന്ധിച്ചോളം നമ്മുടെ ടൈം ഡിപ്പെൻഡ് ചെയ്യും. സോ മാത്സ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 70 മോക്സ്, അപ്പോൾ 2 hourൻ്റെ ഒരു മോക്ക് ഞാൻ 70 മോക്സ് കംപ്ലീറ്റ് ചെയ്തു. ആ മോക്സ് എപ്പോഴും ഗുണം ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് അവർ നോക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് അവർ നോക്കുന്നത് ഒരിക്കലും ഒരു എൻസൈക്ലോപീഡിയനെ അല്ല വേണ്ടത്. എല്ലാ കാര്യങ്ങളും പഠിച്ച് എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നതിലുപരി ഞാൻ എത്ര ഫാസ്റ്റായിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫീൽഡിൽ നേരിടുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. ലൈക്ക് എത്ര പെട്ടെന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും. നമുക്ക് ചിലപ്പോൾ നമ്മളൊരു റൈഡിന് പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു സിനാരിയോ ഉണ്ടാകുന്നു. സോ ഹൗ ഫാസ്റ്റ് വി ആർ സോൾവിങ് ദാറ്റ് തിങ്സ്. അതിനാണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ബേസിക്കലി സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുക. സോ അങ്ങനെ നോക്കുമ്പോഴത്തേനും മാക്സിമം ഹൗ സ്പീഡ് ആർ യു, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾക്ക് എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാർ എന്താ ചെയ്തത്? മോക്ക് എക്സാംസ് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ചില സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അവർ ഡെയിലി ഫോളോ ചെയ്യുന്ന കാര്യമുണ്ട്. അതായത് ഇപ്പം സ്ക്വയേഴ്സ്, അതല്ലെങ്കിൽ ക്യൂബ് റൂട്ട്സ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, ഇതെല്ലാം ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ഒക്കെ നോക്കുക. അതൊരു പരിധി വരെ നല്ലതാണ്. ബട്ട് ബേസിക്കലി നമുക്കത് അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. സോ നമുക്ക് ബേസിക്കലി നമ്മളൊരു ബുക്ക് എടുത്ത് വെച്ചു. SSCയുടെ പല ബുക്കുകളും ഉണ്ടല്ലോ. ഇപ്പോൾ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാനത് സോൾവ് ചെയ്യാൻ മേ ബി ഞാനൊരു 2 hours കൊണ്ട് ഒരു ചാപ്റ്റർ തീർക്കുമായിരിക്കും. പക്ഷെ അതല്ല റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് പെർ ക്വസ്റ്റ്യൻ ഞാൻ എത്ര സെക്കൻഡിൽ സോൾവ് ചെയ്തു. അത് നോക്കാത്ത പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടുന്നില്ല. അതല്ല, നിങ്ങൾ മോക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന മാർക്ക് 200-ൽ ഒരു 60-50 മാർക്സ് ആയിരിക്കും. നെക്സ്റ്റ് ഡേ വീണ്ടും എഴുതുക. അതാണ് സ്ട്രാറ്റജി. ഒരിക്കലും ആ 60-50 വെച്ചിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് വർക്ക് വന്നാൽ കുറച്ചുകൂടെ പഠിച്ചിട്ട് ഞാനൊരു മോക്ക് തുടങ്ങാം. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 100 above കിട്ടും. വീണ്ടും നമ്മൾ ബുക്സ് എടുത്ത് പഠിക്കും. അതല്ല, നെക്സ്റ്റ് ഡേ അഗെയിൻ യു ട്രൈ. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ സ്പീഡ്, ചില ക്വസ്റ്റ്യൻസ്, ചില നമ്പേഴ്സ് നമുക്ക് ഫെമിലിയർ ആവും. SSCക്ക് പൊതുവേ താല്പര്യമുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 144, 192 അങ്ങനെയുള്ള നമ്പേഴ്സ് എപ്പോഴും ആൻസേഴ്സിൽ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോർമലി ഫെമിലിയറസ് ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ട് ഡെയിലി ചെയ്ത് ഞാൻ അതിൻ്റെ ഫാക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നു, ഞാൻ അതിൻ്റെ സ്ക്വയേഴ്സ് ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നു. അങ്ങനെയാണ് അതൊരു ബെസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സാർ ഇപ്പം ഒരു ഡേ ഒരു മോക്ക് ഇപ്പോൾ ചെയ്യുന്നു, അതിൻ്റെ അനാലിസിസ് സാർ ആ ഡേ തന്നെ കംപ്ലീറ്റ് ചെയ്യും? അപ്പം തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയാം. ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ്. ബിക്കോസ് ഒരു മോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അനലൈസ് ചെയ്യണം. എന്നാലേ ആ ക്വസ്റ്റ്യൻ നമ്മുടെ മെമ്മറിയിലുള്ളൂ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്ന് വൈകിട്ട് പോയിട്ട് ഞാനത് ചെയ്യാം, അങ്ങനെയല്ല മോക്ക് ചെയ്യേണ്ടത്. മോക്ക് ചെയ്തു അപ്പം തന്നെ അനലൈസ് ചെയ്ത് എന്താണ് എൻ്റെ തെറ്റെന്നുള്ളത് മനസ്സിലാക്കി. ഇനി അതിനുശേഷം മോക്കിൻ്റെ സൈഡിൽ നമുക്ക് അനാലിസിസ് എന്ന് പറയുന്നൊരു ഇത് കാണാം. നമ്മുടെ എല്ലാ മോക്ക് എക്സാം, ഓൺലൈനായിട്ട് നമ്മൾ എഴുതുന്ന എല്ലാ മോക്ക് എക്സാമും അനാലിസിസ് പ്രൊവൈഡ് ചെയ്യും. ക്വാണ്ടിന് എത്ര മാർക്കുണ്ട്, എവിടെയാണ് തെറ്റിയത്, അത് നിങ്ങൾ ബേസിക്കലി അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ്. അപ്പം അത് ആക്ച്വലി ഒരു അക്യുറേറ്റ് മെത്തേഡ് അല്ല, ബട്ട് എങ്കിലും നമുക്കൊരു പരിധി വരെ നമ്മൾ സെൽഫ് അസസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മോക്ക് എന്ന് പറയുന്നത്. മോക്സ് എഴുതുമ്പം തന്നെ നമ്മൾ അപ്പം തന്നെ അത് അനലൈസ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. സർ, പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റും നമ്മൾ QA റീസണിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ട് നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ ആ ആൻസർ നമുക്ക് കിട്ടി. അത് ഓപ്ഷനിലുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ആൻസർ ഒരു 100% കറക്റ്റ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. കൂടുതൽ ആസ്പിരൻസിന് നെഗറ്റീവ് മാർക്സ് അടിച്ചുകൂടുന്നത് ഇംഗ്ലീഷ് സെക്ഷനിലാണ്. സാറിന് ഇംഗ്ലീഷ് പൊതുവെ എളുപ്പമായിരുന്നോ, അല്ലെങ്കിൽ സാർ അത് സ്ട്രോങ് ഏരിയാസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രിക്സ്? ഇംഗ്ലീഷും ഞാൻ പൊതുവെ മോക്സിലാണ് ഡിപ്പെൻഡ് ചെയ്തത്. നമ്മൾ ബേസിക് റൂൾസ് ഉണ്ട്. സോ ബേസിക് ഗ്രാമർ റൂൾസ് ബേസിക്കലി അത് പഠിച്ചു വെക്കുക. പിന്നെ സിനോണിംസ്, ആൻറ്റോണിംസ്, അങ്ങനെയുള്ള വേർഡ്സ്, മീനിങ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം സെപ്പറേറ്റ്ലി പഠിക്കുക. ഇത് ഇംഗ്ലീഷ് ഈസ് കൈൻഡ് ഓഫ് എ GK സബ്ജക്റ്റ്. കുറച്ച് GK വേണം അതിൽ. അത് GK ഇൻ ദ സെൻസ് കാണാതെ പഠിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മോക്കിൽ നിന്ന് കിട്ടില്ല. അത് പഠിക്കുക. ഒരു പെർ ഡേ ടയർ 1ൻ്റെ മോക്കാണെങ്കിൽ ഇറ്റ്സ് ഇനഫ്. അത് മാത്രം മതി. പഠിക്കുക, ആ ഒരു മോക്ക് എഴുതുക, തീർക്കുക. എക്സ്ട്രാ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്ഷണൽ മോക്ക് എഴുതുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇംഗ്ലീഷിൽ മാക്സിമം നോളജ് അക്യൂർ ചെയ്യുക, അത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻസിലെ ഒരു ഇതാണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം എറർ സ്പോട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. നമുക്കതിൻ്റെ റൂളൊന്നും അറിയില്ലായിരിക്കും, ബട്ട് അത് വായിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ടു ബി ദർ. അങ്ങനെ ഒരു തോട്ട് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ആൻസർ കുത്തുന്നത്. സർ, പിന്നെ ഈ GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഒരുപാട് വാസ്റ്റാണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
അപ്പം ഇതിന് സാർ ഏതെങ്കിലും GK പഠിക്കാനായിട്ട് പെർട്ടിക്കുലർ ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് മുഴുവൻ പഠിക്കുമായിരുന്നോ, അല്ലെങ്കിൽ PYQs മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ഇല്ല, preparation? അപ്പം ആ പറഞ്ഞ പോലെ തന്നെയാണ്, GK ഭയങ്കര വാസ്റ്റാണ്. നമ്മൾ ഒരിക്കലും GKക്ക് വേണ്ടി ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ഓക്കെ. ചെയ്യില്ലെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് GKയുടെ വെയിറ്റേജ് അങ്ങനെയാണ്. ഇപ്പോൾ SSC എക്സാംസ് എഴുതി കഴിഞ്ഞാൽ ഇഫ് യു ആർ സ്കോറിങ് മാത്സ്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നതാണ്. GK വിൽ ബി ഡിറ്റർമൈനിങ് യുവർ പോസ്റ്റ്. ഇപ്പോൾ ഓക്കെ. നിങ്ങളൊരു ലെവൽ 7 ആണോ, ലെവൽ 6 ആണോ, ലെവൽ 5 ആണോ, അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് പലപ്പോഴും GK സ്കോർ. ആയിരിക്കും. അപ്പോൾ GKക്ക് ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ പഴയ പാറ്റേണിൽ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് GKക്ക് ഞാൻ അധികം ഫോക്കസ് കൊടുത്തിട്ടില്ല. ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് പല സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കിട്ടും. നമ്മൾ ന്യൂസ് പേപ്പർ റീഡിങ് കാര്യങ്ങൾക്കൊക്കെ പോകാതെ ബേസിക്കായിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ന്യൂസ് പേപ്പർ റീഡിങ്, അനാലിറ്റിക്സ് ഇതൊക്കെ കുറച്ചുകൂടെ ഹയർ എക്സാം, അല്ലെങ്കിൽ UPSC പോലത്തെ എക്സാംസാണ് ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു ഫോമാറ്റിൽ ഒരു എക്സാം പോകുമ്പോൾ അത് ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുക. കറണ്ട് അഫയേഴ്സ് സാർ എങ്ങനെയായിരുന്നു? പാസ്റ്റ് 6 months ആയിരുന്നു ആ ഒരു സാറ് എടുത്തൊരു ഡ്യൂറേഷൻ എത്ര ഉണ്ടായിരുന്നു? അതൊരിക്കലും നമുക്കൊരിക്കലും ഫിക്സഡ് ആയിട്ട് വെക്കാനായിട്ട് പറ്റില്ല. SSC അവരുടെ ഇഷ്ടത്തിനാണ് ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ. ഞാൻ 20 എക്സാം എഴുതുമ്പോൾ അവർ 19 കറണ്ട് അഫയേഴ്സ് ആണ് ഓ, ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ. സോ അത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയും. ഒരു എപ്പോഴും ഒരു പെർസെൻറ്റേജ് ലക്ക് അവിടെ കിടപ്പുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുക്കുക, പഠിച്ച് പോവുക. അത് ഒരു 6 months വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുന്നതിന് പകരം കുറച്ച് വാസ്റ്റായിട്ട് കുറച്ചങ്ങോട്ട് കവർ ചെയ്യുക, റീഡ് ചെയ്യുക, വെക്കുക. ബാക്കി നമ്മുടെ ലക്കിന് വിട്ടു കൊടുത്തിട്ട് നമ്മൾ എക്സാമിനേഷന് എഴുതാനായിട്ട് പോവുക. അപ്പോൾ ബാക്കി ഒരു 3 സബ്ജക്ട്സ് ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ കയ്യിൽ. അതൊരു 150 മാർക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പ്രിലിംസിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 150 മാർക്സ് നമ്മുടെ കയ്യിലുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് 150 നമ്മൾ സ്കോർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു 35 to 150 റേഞ്ചിൽ എപ്പോഴും സ്കോർ കൊണ്ടുവരിക. ഓക്കെ. ബാക്കി കിട്ടുന്ന GKയുടെ സ്കോർ ബോണസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് സമാധാനമായിട്ട് നമ്മൾക്ക് ടയർ 2ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ടയർ 2 പ്രിപ്പറേഷനും അത് തന്നെയാണ്. ലൈക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ടയർ 2ന് വേണ്ടിയിട്ടാണ്. സെയിം പാറ്റേൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പഠിക്കുന്ന സമയത്ത് തന്നെ ടയർ 2ന് വേണ്ടി പഠിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഫസ്റ്റ് ടയർ 1, ദെൻ ഐ വിൽ പ്രിപ്പയർ ഫോർ ടയർ 2. അതിന് പകരം എയിം ഫോർ ദ ടയർ 2, ലേൺ ഫോർ ദ ടയർ 2. അതിന് ശേഷം ടയർ 1 വന്നിട്ട് നമ്മൾ ഈസി ആയിട്ട് പാസ്സാവും. ടയർ 2 അല്ലെങ്കിൽ മെയിൻസിൽ സാറിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? പൊതുവേ സാർ ഇപ്പം CGLൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ ടൈമിൽ തന്നെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടി സാർ ഒരുമിച്ചായിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, നമ്മൾ ഞാൻ അപ്പം ആ പഴയ പാറ്റേണിനെ പറ്റി ഞാൻ പറയുന്നത്. പഴയ പാറ്റേണിൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് മാത്രമാണ് ടയർ 2-ലുള്ളത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴയ പാറ്റേണിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് 3 ഞാൻ മോക്ക് ഇതിനു വേണ്ടി മാറ്റി വെച്ചു. പ്രിലിംസിന് വേണ്ടി മാത്രം. ഞാൻ പഠിക്കുന്ന മാത്സ് ഞാൻ ഒരിക്കലും അഡ്വാൻസ് മാത്സ് ആണ്, അതുകൊണ്ട് ഇത് അവിടെ പഠിക്കാം, ടയർ 2ന് പഠിക്കാം, അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടില്ല. പഠിക്കുന്ന സമയത്ത് വി കവർ ദ സിലബസ്, ദാറ്റ്സ് ഓൾ. അതായത് ഇപ്പോൾ ഒരു സിലബസിൽ ഒരു ഇപ്പോൾ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഈസി, മോഡറേറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ സാർ അങ്ങനെയൊന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട. കാര്യം എന്ന് വെച്ചാൽ SSC ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ് ലെവലായിട്ട് ചോദിക്കാറുണ്ട്. അവരെപ്പോഴും ലൈക്ക് ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫ്രണ്ടിലുള്ളപ്പോൾ അതിലൊരു 23 ക്വസ്റ്റ്യൻസ് ഈസിലി ക്രാക്കബിൾ ആയിരിക്കും. ആ ഒരു 2 ക്വസ്റ്റ്യൻ അവർ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ 2 ക്വസ്റ്റ്യൻസ് എവിടെ വരുന്നതെന്നനുസരിച്ചിരിക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു മോക്ക് എഴുതുമ്പോൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ കോൺഫിഡൻസിനെ, പലരുടെ കോൺഫിഡൻസിനെ കുറയ്ക്കാറുണ്ട്. ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്, അത് സ്കിപ്പ് ചെയ്ത് എൻ്റെ എക്സാം ഫുള്ള് പോയി. എൻ്റെ ഒരുപാട് കുട്ടികൾ ആദ്യത്തെ ക്വസ്റ്റിനിൽ തന്നെ ടഫ് ആണെന്ന് കണ്ടാലും അത് ചെയ്തിരുന്ന് സ്റ്റക്ക് ആവും, ടൈം വേസ്റ്റ് ചെയ്യും. അപ്പം അതിന് പകരം എപ്പോഴും ചെയ്യേണ്ടത് ഒരു ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഒബ്വിയസ് ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, മാർക്ക് ചെയ്യുക. അതിനാണ് അവർ ആ മാർക്ക് ഓപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. മാർക്ക് ചെയ്യുക, ലീവ് ചെയ്യുക, ഗോ ടു ദ അതർ ക്വസ്റ്റ്യൻ. ഒരു റൗണ്ട് എപ്പോഴും ഒരു എക്സാം എഴുതുമ്പോഴും 2 റൗണ്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻസ്, ഐ എം സെയിങ് 100 ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മളൊരു 2 റൗണ്ടിലേ തീർക്കാവുള്ളൂ. സോ അതിൽ മാത്സ് ആണെങ്കിൽ 100% 2 റൗണ്ട് പോയിരിക്കണം. സ്കിപ്പ് ചെയ്യാൻ പഠിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ചിലർ ദേ വിൽ സ്റ്റാർട്ട് വിത്ത് റീസണിങ്, ദെൻ ഇംഗ്ലീഷ്, ദെൻ അങ്ങനെ പോകുന്ന കുറച്ച് പേരുണ്ട്. ലാസ്റ്റ് വരുന്ന ഫുൾ സമയം മാത്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ചിലർ മാത്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഈ വർഷം തൊട്ട് സെക്ഷണൽ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം സെക്ഷണൽ ടൈമിങ് വരുമ്പോഴത്തേന് കുറച്ചുകൂടെ ടഫ് ആവും. കാര്യം ഇംഗ്ലീഷ് നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയും. സോ ആ സമയത്ത് ആ ഒരു സമയമൊക്കെ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുക. എല്ലാത്തിന്റെയും കിട്ടുന്ന സമയം മാത്സിന് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോ അത് പറ്റില്ല, ലിമിറ്റഡ് ടൈം ഉണ്ട്, അതിനുള്ളിൽ സോൾവ് ചെയ്യണം. അത് കുട്ടികൾ അതനുസരിച്ചിട്ട് അവരത് ഇൻവെസ്റ്റ് ചെയ്യണം. ലൈക്ക് ഇംഗ്ലീഷിന് നമുക്കൊരു എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മാത്സ്, നമ്മുടെ തോട്ട് ഫുള്ള് നമ്മൾക്ക് ഏത് ഏരിയ ആണോ പാടുള്ളത് ആ ഏരിയനെ പറ്റിയായിരിക്കണം. സോ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ 1 തൊട്ട് 20 വരെ എഴുതി വെക്കാം അവിടെ.
കാര്യം പെട്ടെന്ന് നമ്പേഴ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ റീസണിങ്ങിൽ ആക്ച്വലി ഞാൻ ABCD നമ്പേഴ്സ് നമ്മൾ കാണാം, ആൽഫബറ്റ്സ് നമ്മൾ നമ്പർ ചെയ്ത് കാണാൻ പഠിക്കാറുണ്ട്. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ അതിനായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സർ പിന്നൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്ന കാര്യമാണ്. അതായത് അവർക്കായിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ദിവസം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എത്ര മണിക്കൂർ പഠിക്കണം, ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാലും അവർ ചോദിക്കുന്ന കാര്യമാണ്, ഒരു ദിവസം CGL എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എത്ര നേരം പഠിക്കണം, ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സബ്ജക്റ്റ് എന്താണ്, അങ്ങനെയൊക്കെ. അപ്പം സാറിന് അതിൽ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ? ഞാനതിൽ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം, അതാണ് ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ മോക്ക് മിസ് ചെയ്തിട്ടേ ഇല്ല. സോ എനിക്കൊരു 1 hour കിട്ടിയാൽ ആ 1 hour ഞാൻ പഠിക്കാതെ ഞാൻ 1 hour മോക്കായിരിക്കും എഴുതുന്നത്. സോ ആ ഒരു സമയത്ത് എനിക്ക് പല വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, കൊറോണ സമയത്താണ് ഞാൻ മെയിനായിട്ട് പഠിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉള്ള സമയമാണ്. ആ സമയത്ത് പോലും മിസ് ചെയ്യാതിരുന്ന ഒരേ കാര്യം മോക്ക് മാത്രമാണ്. ബിക്കോസ് അതൊരു ഫിക്സഡ് ടൈമാണ്. അതിന് ഇത്ര സമയം കൊണ്ട് എനിക്കിപ്പോൾ 100 വേർഡ് പഠിക്കാനായിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും 1 hour തീരണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഒരു മോക്ക് 1 hour തീർന്നിരിക്കും. അതിൻ്റെ ഒരു അനാലിസിസ് ഒരു ½ an hour കൂടെ എക്സ്ട്രാ നമ്മളിരിക്കുന്നു. 1.5 hours നമ്മളൊരു ഫുൾ റിവിഷൻ പോലാണ് മോക്ക് ഞാൻ കാണുന്നത്. സർ പിന്നെ ഇപ്പം ഈ ഒരു CGL എക്സാമിനേഷൻ ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലും ഈവൻ ബാങ്കിങ് എക്സാംസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് വർക്കിംഗ് ആസ്പിറൻസ് ആസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് എന്തായാലും ഓൾറെഡി ഏർണിംഗ് ആണ്, അവർ കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. പക്ഷേ ടൈമാണ് അവരുടെ പരിമിതി എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സും 9 to 6 അല്ലെങ്കിൽ 10 to 6 വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിക്കാൻ. അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഈ ഒരു എക്സാമിന്, എപ്പോൾ ടൈം കണ്ടെത്തണം എന്നുള്ളത്? അത് ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാര്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ച ആളാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല. കാര്യം ഞാൻ വർക്ക് ചെയ്ത ഫീൽഡ് പക്ഷേ ഇത് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം. പക്ഷേ എങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ അതനുസരിച്ച് അവരുടെ ടൈം അഡാപ്റ്റ് ചെയ്ത് നോക്കുക. ലൈക്ക് എൻ്റെ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഉള്ളൊരു ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് പുള്ളി രാത്രി 2 മണി വരെ പഠിക്കുമെന്നാണ് പറഞ്ഞത്. സോ അത് അവർക്ക് ആ 2 മണി വരെ അവരെങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ചിലർ 2 മണി വരെ ഇരുന്നാൽ പഠിക്കുന്നതിനേക്കാളും 10 ഇരട്ടി ചിലപ്പോൾ ഒരാൾ 2 മണിക്കൂർ പഠിക്കും. സോ അതാണ് ഓരോ ആൾക്കാരുടെ ഗ്രാസ്പിംഗ് കേപ്പബിലിറ്റി. അതേസമയം ഞാൻ യൂഷ്വലി ആ സമയത്ത് ചെയ്തിരുന്നത് ആ മോക്ക് മാത്രമാണ്. മെയിൻലി മോക്ക് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം എനിക്ക് വേർഡ്സ് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ വേർഡ്സ് പഠിക്കും. അങ്ങനെയുള്ള രീതിക്കായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് CGLൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയമാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഇനി നമുക്ക് CHSൽ വരാനുണ്ട്, MTS ഉണ്ട്, GD കോൺസ്റ്റബിൾ വരാനുണ്ട്. അപ്പം ഈ SSC എക്സാംസ് ഡ്രീം ചെയ്യുന്ന ആസ്പിറൻസിന് സാറിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറയാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഇതൊരു ലൈഫിലെ ഒരു ഫൈനൽ പോയിൻ്റ് ആയിട്ട് കാണലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ലൈക്ക് എനിക്ക് ഒട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. ബിക്കോസ് ഒത്തിരി ആൾക്കാർ പേര് പോലെ തന്നെയാണ്, കോമ്പറ്റേറ്റീവ് എക്സാമാണിത്. സോ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ്. ലാക്സ് ഓഫ് പീപ്പിൾ എഴുതുന്ന ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് പോകില്ല. റൈറ്റ് ഫോർ സംസ് കുറച്ച് എക്സാംസ് എഴുതി നോക്കുക, അതാണ് ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ സ്ട്രാറ്റജി മാറ്റുക. നമ്മൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തത് ചിലപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി തന്നെയായിരിക്കും. അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ കൂടുതൽ മോക്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ആണ് എപ്പോഴും നമുക്ക് വേണ്ട സാധനം പ്രാക്ടീസ് തന്നെയാണ്. നോളജിനുപരി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ക്ലിയർ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ പിന്നെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർക്ക് അവരുദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതോടുകൂടി അവരങ്ങ് ഡീമോട്ടിവേറ്റഡ് ആകുകയാണ്. ഇനിയും ഞാനിതിന് വേണ്ടി ട്രൈ ചെയ്യണോ, ടൈം ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആസ്പിറൻസും ഉണ്ട്. അപ്പം സാറിൻ്റെ ഒരു അഡ്വൈസ് പോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? ഇല്ല, അതിപ്പം എന്നെ എക്സാമ്പിളായിട്ട് അവരുടെ അടുത്ത് ഞാൻ 2018 ബാച്ച് തൊട്ട് പാസ് ഔട്ട് ആയുള്ള ഒരാളാണ് ബിടെക്. ഞാൻ 2018, 19, 20, 21, 22, 23 ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്തത്. 23 ജനുവരിയിലാണ് ജോയിൻ ചെയ്തത്. ക്രാക്ക് ചെയ്ത CGL 2020 ആണെങ്കിൽ പോലും ഇടയ്ക്ക് കൊറോണ വന്നു. അപ്പോൾ നമ്മുടെ ഫാമിലീസിലൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. നമ്മുടെ ഏജ് ഒരു പ്രശ്നമാവും. നമ്മൾ ഒരു ബിടെക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 22, 23 ആവും. അതിന് ശേഷം നമ്മളൊരു 4 to 5 അറ്റംപ്റ്റ്സ് പറഞ്ഞാൽ നമ്മൾ 28 ആയി. ഏജ് വന്നിട്ട് 28 ആയി. 28th ഏജിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ഒരിക്കലും ഫേവറബിൾ ആവില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പോലും നമ്മളോട് പറയും നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പൊക്കൂടെ എന്ന് പലരും ചോദിക്കും. നാട്ടുകാരാണെങ്കിൽ പോലും 28 വയസ്സാകുമ്പം പയ്യന് ജോലിയൊന്നും ആയില്ലേ. അതിലൊന്നും നമ്മൾ തളരരുത്, അതേ പറയാനുള്ളൂ. മാക്സിമം സമയത്ത് നമ്മൾ ഇതൊന്നും ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുക, മാക്സിമം പഠിക്കുക. അതിനുശേഷം എന്തായാലും റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ,
അപ്പം സാറുമായിട്ട് ഈ ഉള്ളൊരു ഇൻ്റർവ്യൂ സെഷൻ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ ബിലീവ് ചെയ്യുന്നു. നിങ്ങൾക്ക് സാറിനോട് എന്തെങ്കിലും കാര്യങ്ങൾ കൺസേൺസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഡ്രോപ്പ് ചെയ്താൽ മതിയാവും. നമ്മളതെല്ലാം മാക്സിമം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം സാറിനെ പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു റെപ്യൂട്ടഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് തന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ചുറ്റും സംഭവിച്ചാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. So thank you so much, sir. താങ്ക് യു.